യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും പാലക്കാട് എംഎൽഎയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡനാരോപണങ്ങളും അതിന്മേലുള്ള ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ബലാത്സംഗ കേസുകൾ ആയുധമാക്കി രാഹുലിനെ തളർത്താൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ അപ്രതീക്ഷിത പ്രഹരം പ്രോസിക്യൂഷന് തിരിച്ചടിയായിരിക്കുകയാണ്. കേസ് പരിഗണിക്കുന്ന വേളയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നടത്തിയ നിരീക്ഷണങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും രാഹുലിന് വലിയൊരു ആശ്വാസമാണ് പകരുന്നത്. ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച് കേസുകളിൽ കുടുക്കി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന കോൺഗ്രസ് കേന്ദ്രങ്ങളുടെ വാദങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് കോടതിയുടെ പല ചോദ്യങ്ങളും. എങ്കിലും ഒരു യുവ രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ ഇത്തരം വിവാദങ്ങൾക്ക് രാഹുലിന് വലിയ തോതിലുള്ള രാഷ്ട്രീയ തിരിച്ചടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. വിശേഷിച്ചും പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്. അവിവാഹിതനായ ഒരാൾക്ക് ഉഭയസമ്മതപ്രകാരം ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധത്തിലേർപ്പെടുന്നതിൽ നിയമപരമായി എന്ത് തെറ്റാണുള്ളതെന്ന കോടതിയുടെ ചോദ്യം പ്രോസിക്യൂഷനെ അക്ഷരാർത്ഥത്തിൽ നിശബ്ദമാക്കിയിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെയും നിയമപരമായ അവകാശങ്ങളെയും സംബന്ധിച്ച ഈ ചോദ്യം കേസിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. രാഹുലിനെതിരെ ഇനിയും പുതിയ കേസുകൾ വരാൻ സാധ്യതയുണ്ടെന്നും അതിൽ പോക്സോ വകുപ്പുകൾ ഉൾപ്പെട്ട ഗൗരവകരമായ കേസുകൾ ഉണ്ടെന്നും ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. പോക്സോ പോലുള്ള അതീവ ഗൗരവകരമായ കുറ്റങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധങ്ങളെ ബലാത്സംഗമായി കാണാൻ കഴിയില്ലെന്ന നിരീക്ഷണത്തിലേക്ക് കോടതി നീങ്ങുകയാണെങ്കിൽ അത് രാഹുലിനെതിരായ നിലവിലുള്ള എല്ലാ കേസുകളുടെയും മുനയൊടിക്കുന്നതാകും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു സ്ഥിരം കുറ്റവാളിയെ ചിത്രീകരിക്കാനുള്ള പ്രോസിക്യൂഷൻ നീക്കങ്ങളെയും കോടതി കർശനമായി വിമർശിച്ചു. കേവലം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് ഒരാളെ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയായി മുദ്രകുത്താൻ കഴിയില്ലെന്നും മിക്ക കേസുകളിലും അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് പോലും സമർപ്പിച്ചിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ പ്രേരിതമായി കേസുകൾ ചുമത്തപ്പെടാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുത്താവണം കോടതി ഇത്തരമൊരു നിരീക്ഷണം നടത്തിയത്. നിയമപരമായ കണ്ണുകളിലൂടെ മാത്രം വസ്തുതകളെ വിശകലനം ചെയ്യുന്ന കോടതിയുടെ സമീപനം രാഹുലിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നുണ്ട്. സമ്മതത്തോടെയുള്ള ബന്ധം നിയമപരമായി അനുവദനീയമാണ് എന്ന വിവാഹിതനല്ലാത്ത ഒരാൾക്ക് എത്ര ബന്ധങ്ങൾ വേണമെങ്കിലും ഉണ്ടാകാം, അതിൽ ധാർമ്മികമായി പോലും തെറ്റില്ല എന്ന തരത്തിലുള്ള വാക്കുകളിലുള്ള പരാമർശങ്ങൾ ഈ കേസിലെ ക്രിമിനൽ സ്വഭാവത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. നഗ്നചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുമെന്നുമുള്ള പരാതിക്കാരുടെ വാദങ്ങൾ ഗൗരവമുള്ളതാണെങ്കിലും പ്രാഥമികമായി ഈ ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നെന്ന നിഗമനത്തിലേക്കാണ് കോടതി വിരൽ ചൂണ്ടുന്നത്. പരാതിക്കാരി രാഹുലിനൊപ്പം സമനസാലെ പോയി താമസിച്ചതും അവിടെ ഉണ്ടായ സാഹചര്യങ്ങളും കോടതി വിശകലനം ചെയ്തു. ഇത്തരം കേസുകളിൽ വൈകാരികമായ വശത്തേക്കാൾ ഉപരിയായി നിയമപരമായ തെളിവുകൾക്കാണ് പ്രാധാന്യമെന്ന് കോടതി വ്യക്തമാക്കുന്നു. പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഇതിനോടകം രാഹുലിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലെ കേസ് കൂടി അനുകൂലമായാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയ വിവാദമായ പുതിയൊരു തിരിച്ചുവരവിനും സാധിക്കും. പോക്സോ എന്ന വജ്രായുധം കൂടി രാഹുലിനെതിരെ പ്രയോഗിക്കപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തെ നിയമപരമായി കുരുക്കാനുള്ള നീക്കങ്ങൾ പരാജയപ്പെടുമെന്നാണ് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നത്. എങ്കിലും രാഷ്ട്രീയമായ നാശനഷ്ടങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ ഈ വിധികൾ കൊണ്ട് സാധിക്കില്ല. ജനപ്രതിനിധി എന്ന നിലയിൽ സമൂഹത്തിന് മുന്നിൽ മറുപടി പറയേണ്ട ബാധ്യത രാഹുലിനുണ്ട്. ഈ വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ പാലക്കാട്ടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വലിയ തടസ്സമായി മാറിയിട്ടുണ്ട്. എന്നാൽ കോടതിയിൽ നിന്നുണ്ടാകുന്ന അനുകൂല പരാമർശങ്ങൾ രാഷ്ട്രീയ എതിരാളികളുടെ പ്രചാരണങ്ങളുടെ മൂർച്ച കുറയ്ക്കാനും സഹായിക്കും. വരും ദിവസങ്ങളിൽ കേസിന്റെ അന്തിമ വിധി എന്താകുമെന്ന് രാഹുലിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഭാവി രാഷ്ട്രീയത്തിന് നിർണായകമാണ്. നീതിപീഠത്തിന്റെ ഈ ഇടപെടൽ കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും ഗൂഢാലോചനകളും ഒരുപോലെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. ലൈംഗിക ആരോപണങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കുന്ന രീതിക്കെതിരെയുള്ള ഒരു സന്ദേശം കൂടി കോടതിയുടെ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഗൗരവകരമായ കൃത്യങ്ങൾ നടന്നുവെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്ത പക്ഷം രാഹുലിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കുമെന്നത് വ്യക്തമാണ്.